مساء من دائما أبدا على حبيبك خير الخلق كلهم. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങൾ പരിശുദ്ധമായ റമദാനുകളിൽ ശവ്വാലാണ്. ഇനി അള്ളാഹു തൗഫീഖ് ചെയ്ത അവന്റെ പ്രത്യേകക്കാരായ അടിമകൾക്ക് മുഅ്മിനീങ്ങൾക്ക് വലിയ സന്തോഷത്തിന്റെ ദിവസങ്ങൾ, പരിശുദ്ധമായ ഹജ്ജിന്റെ അതുപോലെയുള്ള ഒരുപാട് സൽക്കർമ്മങ്ങൾ കൊയ്തെടുക്കാൻ പറ്റുന്ന മാസങ്ങളാണ് നമ്മിലേക്ക് വരുന്നത്. അള്ളാഹു അതിനു വേണ്ടി കരുതിയ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആ കർമ്മം നിർവഹിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൽ നാം ചെയ്ത ഓരോ അമാലുകളും നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കട്ടെ. ധാരാളമായി ഇതിന്റെ മജലിസിൽ ഇരുന്ന് കേട്ടവരാണ്, അതിനുവേണ്ടി ഇരുന്നവരാണ്, നോമ്പ് നോക്കിയവരാണ്, തറാവീഹ് നിസ്കരിച്ചവരാണ്, ഖിയാമുൽ ലൈൽ, അതുപോലെ ഇഅ്തികാഫ്, ഹദിയകൾ, സ്വദഖകൾ, നോമ്പ് തുറപ്പിക്കൽ, മാഷാ അല്ലാഹ് എല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ഇനിയും ഒരുപാട് കാലം റമദാനിനെ സ്വാഗതം ചെയ്യാനും ആ റമദാനിൽ അള്ളാഹു പൊരുത്തപ്പെടുന്ന ഒരുപാട് അമലുകൾ ചെയ്യാൻ ആഫിയത്തോടെ നമ്മുടെ ആയുസ് വളച്ചാമ്പ് നീട്ടി തരുമാറാണ്. റമദാൻ കഴിഞ്ഞിട്ട് അദ്ദേഹം ക്ലാസ് തുടങ്ങാൻ ഇനി സന്തോഷത്തോടെ എപ്പോഴും ഇതുപോലെ റാഹത്തോടെ നമുക്കത് പറയാൻ കേൾക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാത്തിനും തൗഫീഖ് വേണം. നമ്മൾ പഠിച്ചത് അല്ലാഹുമ്മ ജഅലി തൗഫീഖ റഫീഖന, തൗഫീഖിനെ നമുക്കൊരു കൂട്ടുകാരാക്കി താൻ. ഇത് വേണം. ഇപ്പോൾ ആരോഗ്യം ഉണ്ടായാലും പോരാ, ഒരു ഭാഗ്യം വേണം. എല്ലാത്തിനും അങ്ങനെ ഹജ്ജ് ചെയ്യാനും ഭാഗ്യം വേണം. ഒരേ പൈസ എന്റെ അനുഭവത്തിൽ അറിയാം. കാനിമേള ഭാഗത്ത് എന്നെ ജോലി ചെയ്യും, വെടിക്കൂത്തിൽ ജോലി ചെയ്തിരുന്നു. കുറെ വലിയൊരു പണക്കാരനുണ്ടായി, നല്ല പൈസ എപ്പോഴും കെട്ടി വെക്കുകയാണ്. പക്ഷെ ഹജ്ജിനെ അയാൾക്ക് പിന്നെ കിട്ടിയില്ലെന്ന് അറിയില്ല, ഇപ്പൊ വെച്ചു. അപ്പോ എപ്പോഴും പറയും സാറേ എല്ലാം ഉണ്ട് സാറേ, ഖുർആനിൽ പറഞ്ഞത് നേരെ തന്നെ. കാരണം ഇബ്രാഹിം നബിന്റെ പിടികെട്ട ആളുകൾക്ക് മാത്രമേ ആ കർമ്മം ചെയ്യാൻ പറ്റൂ. ഖുർആൻ പറഞ്ഞാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട്, ഇബ്രാഹിം നബിയെ നിങ്ങൾ വിളിച്ചു പറയൂ. എപ്പോ പണ്ട് അന്ന് വിളിച്ചു പറഞ്ഞ വിളി ഏതൊക്കെ ആത്മാക്കൾ കേട്ടിട്ടുണ്ടോ, അർവാഹകൾ കേട്ടിട്ടുണ്ടോ, കേട്ട ആളുകൾക്ക് അത് ചെയ്യാൻ കഴിയുന്നു. അത് എത്ര പ്രാവശ്യം കേട്ടു, അതാണ് എത്ര പ്രാവശ്യം കേട്ടു. ഒരാളുകൾ ഉമ്രക്ക് കൊല്ലം പോകുന്നു, ഉമ്ര ചെയ്യാൻ വേണ്ടി കൊല്ലം പോകുന്നു. അത് അവരെ പതരല്ല, ആ വിളി കേട്ടതനുസരിച്ചിട്ടാണ്. ഒരാൾ 100 തവണ കേട്ടവരുണ്ടാവും, അവർ 100 പ്രാവശ്യം പോകും. ഒരു ചില ആളുകൾക്ക് തീരെ കേട്ടിട്ടുണ്ടാവില്ല. കേൾക്കാത്ത ആളുകളുടെ ലിസ്റ്റാണ് ഇത്. പൈസ ധാരാളമുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ഭാഗ്യം വരുന്നില്ല. ഭാഗ്യം വരുന്നില്ല. എന്താ ഭാഗ്യം? ഭാഗ്യം അള്ളാഹു അത് വേണം. അതാണ് തൗഫീഖിനെ നമ്മുടെ ഒരു കൂട്ടുകാരാക്കി താന്നോ. അപ്പോ ഇങ്ങനെ വാദം പറയണമെങ്കിൽ, ഇൽമ പറയണമെങ്കിൽ തൗഫീഖാണ്, അത് കേൾക്കണമെങ്കിൽ തൗഫീഖാണ്. അള്ളാഹു തആല ഇതുകൊണ്ടൊക്കെയും നമുക്ക് വലിയ നേട്ടം നൽകുമാറാകട്ടെ. അതാണ് വേണ്ടത്. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഒരു മഹാനവറുകൾ ഖലീഫയാകുമ്പോ ഒരു കേസ് വന്നു. ഇവിടുത്തെ കോടതിയിലേക്ക് ഒരു കേസ് വന്നു. കേസ് വന്നപ്പോ ആ പ്രതിയായിട്ടുള്ള മനുഷ്യൻ, പ്രതി ഉണ്ടാവും, പിന്നെ രണ്ടാളുണ്ടാവില്ല. അപ്പോ ഒരാൾക്ക് സാക്ഷിയായി വന്ന ആള് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്റെ സാക്ഷി മനുഷ്യരാണോ? ഒരാളെ കാണിച്ചിട്ട് പറഞ്ഞത് ഈ മനുഷ്യരാണോ? അപ്പൊ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് ചോദിച്ചു, ഈ മനുഷ്യനെ നീ സാക്ഷിയായി തെരഞ്ഞെടുക്കാൻ അയാളിൽ നീ കണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു. അയാളിപ്പോ നീ സാക്ഷിയാക്കുന്നുണ്ട്, ആ സാക്ഷിയായിട്ട് അയാളെ നീ തെരഞ്ഞെടുക്കാൻ അയാളെ നീ കണ്ട ഗുണം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അയാളിൽ കണ്ട ഗുണം എന്ന് പറഞ്ഞാൽ കുറെ നിസ്കാരക്കാരനാണ്, ഇപ്പോൾ നിസ്കരിക്കുന്നത് കാണും, നിസ്കാരം ടാമ്പലുണ്ട്, നിസ്കാരം എപ്പോഴും പള്ളിയിൽ വിവാദത്തിലൊക്കെ കൂടുന്ന ആളാണ്. അപ്പൊ ഉമർ തങ്ങൾ അയാളോട് ചോദിച്ചത്, നീ അയാളെ നിസ്കാരം കണ്ടിട്ട് അയാളെ നീ ഒരു സാക്ഷിയായി തെരഞ്ഞെടുത്തത്? ഇപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു അതെയോ. അപ്പൊ ഉമർ തങ്ങൾ അയാൾ തിരിച്ചു ചോദിച്ചത്, ഓ മനുഷ്യ, ആ മനുഷ്യരോട് നീ നിന്റെ ജീവിതത്തിൽ വല്ല ഇടപാട് നടത്തിയിട്ടുള്ളൂ ചോദിച്ചു. ഇതിപ്പോ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. കുറെ നിസ്കാരം ആർക്കും നിസ്കരിക്കാൻ പറ്റും, നോമ്പും ആർക്കും ചെയ്യാൻ പറ്റും. എല്ലാ നിസ്കാരക്കാരെ കുറിച്ച് പറഞ്ഞല്ലേ പറയാം. നിസ്കാരം കൊണ്ട് മനുഷ്യന്റെ നിസ്കാരം അവന്റെ സ്വഭാവം നന്നാക്കും. നോമ്പ് നല്ല മനുഷ്യന്റെ സ്വഭാവങ്ങൾ നന്നാക്കും. ഒരങ്ങനല്ല, ഇന്നത്തെ കാലം അങ്ങനെയാണ്. ഒരു തട്ടിപ്പാക്കാൻ വേണ്ടി മാത്രം നിസ്കരിക്കുന്ന ആളുകൾ, തട്ടിപ്പാക്കാൻ വേണ്ടി മാത്രം ഹജ്ജിന് പോകുന്ന ആളുകൾ. കാരണം കുറെ ഹജ്ജിനെ പോയിട്ടാകുമ്പോ വലിയ ആചാരമായി പള്ളിയിൽ എപ്പോഴും വരുന്ന ആളോ ഭയങ്കര നിസ്കാരക്കാരനാണ്. ഇത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല, പിന്നെ മറ്റുള്ളവരെ തട്ടിപ്പാക്കാൻ വേണ്ടി. പിന്നെ തന്റെ പൈസ എങ്ങനെ കിട്ടും, പിന്നെ തന്റെ സമ്പത്ത് എങ്ങനെ എന്റെ കയ്യിലാക്കാൻ കഴിയും. അപ്പൊ അതിലൂടെ ഭയങ്കര ഒരു ഇന്നത്തെ കാലത്തിന്റെ ഒരു സൂത്രമാണിത്. പള്ളിക്ക് വരാം, നിസ്കരിക്കാം, അതാൻ വേണ്ടിയിട്ടല്ല, ഇതിനെ മറ്റുള്ളവരെ തട്ടിപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനൊക്കെ ഞാനൊരു വാദം, ഒരു വിശ്വസ്തനായ ഒരു വാദമാണ്, ഇതിന്റെ പേര് പറയുന്നില്ല. ഈ വിഷയമായിട്ട് അയാൾ പറയാണ്, പ്രവാസിയായി അധ്വാനിക്കുന്ന ഒരു സാധുവായ ഒരു ചെറുപ്പക്കാരൻ അയാളുടെ തട്ടിപ്പിന്റെ ഒരു ഐറ്റം പറയാം. അയാളുടെ അടുത്ത് ഒരു സ്വാലിയായ മനുഷ്യനെ പോലെയുള്ള ഒരു ഉസ്താദിന്റെ വേഷത്തിലുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചത്രേ, എനിക്ക് ഒരു ദിർഹം പൈസ തരുമെന്ന് ചോദിച്ചു.
വെറുതെ. അപ്പൊ നല്ല ആളുകളാണ്, നല്ല ആളുകൾക്ക് ഇങ്ങനെ കാണുമ്പോ ഭയങ്കര ബേജാറാണ്. അപ്പൊ ആ ചെറുപ്പക്കാരന് കയ്യിൽ 5 ദിനാരത്തിനാ മറ്റേ പിന്നെ പൈസല്ലേ. അപ്പൊ 5 രൂപ എടുത്തിട്ട് കൊടുത്തു. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു 5 രൂപയാണ് 1 രൂപ. അപ്പൊ ഈ ചെറുപ്പക്കാരൻ എന്ത് മനസ്സിലാക്കും ഞാൻ മുന്നേ ഒരു ട്രിപ്പ് പോയത്. അപ്പൊ ഒരു നാട്ടിലൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. എന്നിട്ട് 10 രൂപ വെച്ച് 10 ആരെ വായി തോന്നിട്ട് 10 രൂപ വെച്ച് ചില്ലറയില്ല ഇരണ്ട് കൊടുത്തു. 10 രൂപ എന്നെ വേണം. 10 രൂപ എന്നെ വേണം. 10 രൂപ കിട്ടി. അയാളുടെ 10 രൂപ ഞാൻ ചോദിച്ചു നിങ്ങൾ 10 രൂപ ഉണ്ട്. അതാണ് ഈ 10 രൂപ അയാൾ പറയാൻ 10 രൂപ ഉണ്ട് കയ്യിൽ. അപ്പൊ 20 കൊടുത്തിട്ട് ഞാൻ നിങ്ങൾ 10 രൂപ തരും. 10 രൂപ അല്ല 10 രൂപ എന്നെ വേണം. 10 രൂപ ഒരു മൈപ്പായിരിക്കും. അപ്പൊ അതുപോലെ മനുഷ്യൻ 5 കൊടുത്തില്ല 5 വേണ്ട 1 രൂപ എന്നെ വേണം. ഈ ചെറുപ്പക്കാരൻ കൊടുത്തു കൊടുത്തിട്ട് അയാൾ മനസ്സിലാവുന്നില്ല എന്താ മനുഷ്യൻ പോലെ 5 രൂപ കൊടുത്തില്ല വേണ്ട 1 രൂപ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ വന്ന മനുഷ്യനെയാണ് ചെറുപ്പം ഭയങ്കര ബേജാറുണ്ടല്ലോ വീട്ടില് മുഖത്തിരി ചെറുപ്പക്കാരോട് മുഖത്തിരി ഭയങ്കര ബേജാറുണ്ടല്ലോ. എന്തോ ടെൻഷൻ ഉണ്ടല്ലോ. പൊന്റെ കാര്യം വായിക്കില്ലേ എന്താ വീണു പോയ ലക്കി പഠിച്ച പോലെ. ഇയാൾ ചോദിച്ചതും ആ ചെറുപ്പക്കാരന്റെ മനസ്സിലുള്ള ബേജാറും ഒന്നായി പോയി. പൊന്റെ കാര്യങ്ങളുടെ ബേജാറുണ്ടല്ലോ ഭയങ്കര ബേജാറുണ്ടല്ലോ. ഈ മനുഷ്യനെ നല്ല ചെറുപ്പക്കാരൻ പറ്റിയതേ. അപ്പോ എന്തുകൊണ്ടും ബേജാറാണ്. അപ്പൊ ആ ചെറുപ്പക്കാരന്റെ കൈ ഇങ്ങനെ ആയതാണ്. അപ്പൊ കൈ ഇങ്ങനെ മുറിച്ചു പിടിക്കാൻ പറഞ്ഞു. ചുറ്റി പിടിച്ചില്ല. ഇതിലാകുമ്പോ ആ വന്ന ആള് ഉസ്താദിന്റെ വേഷം വന്ന ഒരു മാജിക്കാരനാണ് അയാൾ. അയാൾ വന്നിട്ട് ഇങ്ങനെ ഒരു ഫാത്തിഹ ഓതി 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ പറഞ്ഞു. 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതി അതിന് കണ്ണ് അടിച്ച് തുറന്നു പിടിക്കും. അപ്പൊ കൈയിന്റെ ഉള്ളിൽ ഒരു മുത്തിന്റെ കല്ലുണ്ട്. മുത്തിന്റെ കല്ല് ചെറുപ്പക്കാരൻ വേണ്ടിയില്ലേ പറഞ്ഞത് അപ്പുറത്തൊരു കല്ലെടുക്കുന്നോ ശരിയൊരു കല്ല് കൊടുത്തു. അത് കഴിഞ്ഞ് 2ാമത് അതിന്റെ ഉള്ളിൽ എന്നിട്ട് അതേപോലെ ഫാത്തിഹയും ഇഖ്ലാസും അതാ പറഞ്ഞു. ചെറുപ്പക്കാരൻ തുറക്കുമ്പോ നല്ല ചോക്ലേറ്റ് ആണ് ഇന്നോ പറഞ്ഞു. നല്ല മതത്തിന്റെ ചോക്ലേറ്റ് ഭയങ്കര അത്ഭുതമായിരുന്നു. മാഷാ അല്ലാഹ്. അപ്പൊ ആ ചെറുപ്പക്കാരനോട് ഞാൻ വന്നാണ് പറഞ്ഞല്ലോ നിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നവും നിന്റെ സമ്പത്ത് നല്ല സമ്പത്തല്ല. എന്നോട് പൈസ ഉണ്ടല്ലോ അത് നല്ല ഹലാലായ ബറക്കത്തുള്ള പൈസയല്ല. അതുകൊണ്ടാണ് നിന്റെ ജീവിതത്തിന്റെ ഭയങ്കര പ്രശ്നം. എന്നിട്ട് ആ വന്നാൽ ചോദിച്ചല്ലോ നിന്റെ കയ്യിൽ എത്ര പൈസ ഉണ്ട്? എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. അക്കൗണ്ടിൽ കുറച്ച് അധ്വാനിച്ച് വെച്ച ഒരു 15,000 ദീനാർ ഉണ്ട്. 15,000 ദീനാർ അക്കൗണ്ടിൽ ഉണ്ട്. അയച്ച പൈസ അത് പറക്കുന്നില്ല. അതിനെ ശുദ്ധിയാക്കിയിട്ട് എടുക്കണം. ഏത് മനുഷ്യന് ഇത് 5 രൂപ കൊടുത്തിട്ടാകുമ്പോ വേണ്ട ഒന്നെ 1 രൂപ മതി എന്ന് പറഞ്ഞ മനുഷ്യൻ തീർക്കണം. അപ്പൊ അയാളുടെ പൈസ കയ്യില് ബാങ്കിലാണ്. പൈസ എടുക്കാം. അങ്ങനെ ഒരു ബാങ്കില് ഒരു ATM പോയി 10,000 എടുത്തു. അടുത്ത ലിമിറ്റ് ഉണ്ടെന്ന് പൈസ എടുക്കാൻ ലിമിറ്റ് ഉണ്ട്. പിന്നെ വേറെ ആളെ ചെയ്യുന്നുണ്ടാക്കിയിട്ട് പിന്നെ ഒരു ATM വന്ന് 5,000 എടുത്ത് 15,000 എടുത്ത് ഇയാളെ കൈ കൊടുത്ത് എന്നിട്ട് ഇയാളെ വിളിച്ച് അപ്പൊ ഇയാള് ആ ചെറുപ്പക്കാരനെ ഈ വാത് പറഞ്ഞ ഉസ്താദിനോട് പറഞ്ഞതാണ് വാതിൽ പറയണം ഉസ്താദ് സംഭവം എന്നെ പോലെ ആരും വിട്ടുപോകരുത് പറയണോ. അപ്പൊ ഈ മുമ്പന്നെ അയാളുണ്ടെങ്കിൽ ഒരു ചായ കുടിച്ച ഒരു കപ്പുരി കടലാസിലേക്ക് വെച്ചിട്ട് കാറിന് മുമ്പന്നെ ബാക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 15,000 ദീനാർ കയ്യിൽ പിടിച്ച് അതുപോലെ 12 ഉണ്ടാക്കി എന്നിട്ട് ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ ഒരു പൊതി കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പൊ നോക്കണ്ട, നിന്റെ റൂമിലെത്തിയിട്ട് നോക്കിയാൽ മതി, എല്ലാം കറക്റ്റ് ആയിട്ട് ഉണ്ടാവും, പാർക്കത്ത് കൂടി വരും. ചെറുപ്പക്കാരൻ ഫസ്റ്റ് മൊത്തം ചോക്ലേറ്റ് തന്നെ കണ്ടതല്ലേ, നോക്കിയില്ല കാരണം വലിയ വാഹനന്റെ മുത്തുണ്ട് ചോക്ലേറ്റ് കണ്ട് ഏതായാലും ആള് എന്റെ വന്ന കാര്യം ഉസ്താദായി പോയി. വന്ന ഉസ്താദ് അയാളെ വൈകി പോയി. ചെറുപ്പക്കാരൻ റൂമിൽ പോയിട്ട് റൂമിൽ പോയിട്ട് തുറന്നു നോക്കുമ്പോഴാണ് ചായ കുടിച്ച കപ്പും അതുപോലെ ഡിസിന്റെ പേപ്പറും എന്നിട്ട് അയാളെ പൈസ ചെറുപ്പക്കാരൻ മുന്നിൽ പോയി. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞ വിഷയം. ആ ചെറുപ്പക്കാരൻ എന്താ ഈ മനുഷ്യനെ സാക്ഷിക്ക് തെരഞ്ഞെടുക്കാൻ കാരണം? ഇയാളോട് നീ വല്ല ഇടപാട് നടത്തിയിട്ടുണ്ടോ? ഇല്ലാന്ന് പറഞ്ഞു. ഇടപാട് നടത്താതെ ഒരാളെയും നീ വിശ്വസിക്കണ്ട. രണ്ടാമത് പറഞ്ഞ് അയാളോട് നീ കുറെ ദിവസം ഒന്നിച്ച് പാർത്തിട്ടുണ്ടോ എന്നാ ചോദിച്ചു. എപ്പോഴും അങ്ങനെയാണ്, ഒട്ടും അങ്ങനെയാണ്. ഒരേ കുടുംബം ദൂരെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ബിസിനുണ്ടാവും. എന്നിട്ട് കുറച്ച് നമ്മളെ പറഞ്ഞിരിക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് അവരെ പറഞ്ഞിരിക്കുമ്പോഴാണ് അവരുടെ ആ ശുദ്ധമായ സ്വഭാവം നമുക്ക് മനസ്സിലാക്കുന്നത്. ആ ബിസിനപ്പാടുകൾ പൊട്ടിയിട്ടുണ്ടോ? ചിലവരെ നല്ല റാത്തായ ദിവസം പെരുന്നാക്ക് ഒരു വന്ന് പോയിട്ട് 3 ദിവസം ഇരുന്നിട്ടാകുമ്പോ എന്തായെന്ന് അറിയില്ല, ഭയങ്കര ഗുൽമാനോട് കുടുംബം പ്രശ്നത്തോട് പ്രശ്നം അല്ലേ ഉപകരണങ്ങൾ പറഞ്ഞതാണ്. ഒന്നിച്ച് ജീവിക്കണം, ഒന്നിച്ച് ജീവിച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പ്രശ്നമില്ലാന്നെങ്കിൽ എന്റെ ഉസ്താദെല്ലാം പള്ളിക്കാണെങ്കിലും സത്യവായിക്കാനെല്ലാം പോകുമ്പോ പറയും 6 മാസക്കാലം ആരും വിശ്വസിച്ചിട്ടുണ്ടാവും. 6 മാസം കഴിഞ്ഞിട്ട് നീ തീരുമാനിച്ചാൽ മതി ആരെ വിശ്വസിക്കണോ ആരെ വിശ്വസിക്കണ്ട, ആര് ചങ്ങായിപാട് വെക്കണോ വെക്കണ്ടാകണോ. പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റുന്നതല്ല. നമ്മുടെ ഉസ്താദ് എപ്പോഴും എന്നോട് തന്നെ എല്ലാ ശിഷ്യന്മാരോടും പറഞ്ഞു, ഒരു നാട്ടിൽ പോയാൽ പെട്ടെന്നായിട്ടുണ്ട് 6 മാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ മാസമാണ്. മനുഷ്യന്മാരെ പരിപൂർണമായി രൂപത്തിലല്ല, ചെറിയൊരു ബുദ്ധി എല്ലാം പൊട്ടുന്നവരെയാണ്, വേറെ കൂട്ടുകെട്ടിലാണ്.
അങ്ങനെ ഒന്നിച്ച് ജീവിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് സ്വഭാവം. മൂന്നാമതായിട്ട് മഹാനായ നിങ്ങൾ പറഞ്ഞു അൽ സാഫർത്തവും, അവരോട് യാത്ര പോയിട്ടുണ്ടോ? യാത്രയാണ് അല്ലെ? യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രസരം കൂടുകയും കുറയുകയും എല്ലാം ചൂടും സമയം. ഈ യാത്ര പോകുന്നതിന്റെ ഇടയിൽ അവന്റെ ഇടയിൽ നിങ്ങൾക്ക് നല്ല ഒരു കൂട്ടുകാരനായിട്ട് അവനെ കണ്ടാൽ അവന് വിശ്വസിക്കാം, അവൻ സാക്ഷിക്ക് പറ്റും. അതാണ് ഏതായാലും പറഞ്ഞു വന്നത്. നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉഷാറാകുമ്പോൾ നമ്മുടെ ഈ വാദത്തിൽ നമ്മുടെ മറ്റുള്ള നിസ്കാരങ്ങളും നോമ്പുകളൊക്കെ അന്നാന്റെ അടുത്ത് വരിക കൂടിയുള്ളതായി മാറും. അങ്ങനെയുള്ള സുഖം നമുക്ക് വേണം. എല്ലാവരോടും നല്ല റാഹത്തിൽ സന്തോഷത്തിൽ നമ്മുടെ നിസ്കാരത്തിന്റെ പവർ നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ വിജയം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ സ്വഭാവങ്ങൾ പടച്ചോനെ നീ നന്നാക്കി തരണേ. നമ്മുടെ നിസ്കാരങ്ങൾ നാം ആഗ്രഹിക്കുന്നത് അതാണ്. പടച്ചോനെ നല്ല ശുദ്ധമായ, ആരെയും വെറുപ്പിക്കാതെ, ആരെയും ചൊടിപ്പിക്കാതെ എല്ലാവരും ഇന്ന് പടച്ചവനെ മഹബ്ബത്തും ഇഷ്കവും അതുപോലെയുള്ള നല്ല സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നിട്ട് നീ ഇറക്കിവിടണേ റഹ്മാനെ. ഞങ്ങളെ നീ നന്നാക്കണേ. ഒരുപാട് നമ്മുടെ നാട്ടിലുള്ള ഒരു സഹോദരി ബ്ലീഡിംഗ് ആയിട്ട് വലിയ വേദാറോട് ദ്വാരക്കാൻ വേണ്ടി ചെറിയ പ്രായമുള്ള ഒരു സഹോദര്യം പടച്ചോനെ അള്ളാഹുവേ നീ സലാമത്ത് നൽകണേ. സലാമത്ത് നൽകണേ പടച്ചോനെ. ആ സഹോദരിയുടെ പ്രശ്നങ്ങൾ ഡോക്ടർമാർക്ക് ഗർഭം തന്നെ എടുക്കേണ്ടി വരും എന്നൊരു അവസ്ഥയിലേക്കാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. പടച്ചോനെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ, മക്കളുണ്ടാകണം, ആണുമക്കളുണ്ടാകണം, പെണ്ണുമക്കളുണ്ടാകണം എന്ന് കൊതിക്കുന്നവരാണ് സഹോദരിമാരൊക്കെ. ഗർഭപാത്രത്തിന് ബുദ്ധിമുട്ട് വന്നാൽ ജീവിതകാലം മുഴുവൻ അതിന്റെ ബേജാറും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും. നീ സലാമത്ത് നൽകണേ റബ്ബേ, സലാമത്ത് നൽകണേ റബ്ബേ. നിന്റെ പള്ളിക്ക് വേണ്ടി, നോമ്പുതവർക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി, മജ്‌ലിസിനോട് അതുപോലെ സ്വലാത്ത് മജ്‌ലിസ് എല്ലാ നമ്മുടെ പള്ളിയുടെ കാര്യങ്ങളിലും അല്ലാഹുവേ സജീവമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ്. അല്ലാഹുവേ നീ സലാമത്ത് നൽകണേ. ഡോക്ടർമാർ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ അല്ലാഹുവേ ആ ബ്ലീഡിങ്ങിന്റെ ആ ചുറ്റുപാട് നീ ഇരുത്തരാക്കണേ. സന്തോഷം നൽകണേ. ഇവിടെ നാട്ടിൽ ഒരുപാട് കുടുംബ ഭാര്യ ഭർത്താക്കൾ മക്കളില്ലാതെ ബേജാറായവരും ഖൈറായ മക്കളെ നീ നൽകണേ. ഒരുപാട് ഗർഭിണികളുണ്ട്, റാഹത്തുള്ള സുഖപ്രസവം നൽകണേ. മക്കൾ കൊണ്ട് തന്നെയാവും ആഖിറത്തിൽ നമ്മുടെ കണ്ണ് നീ കുളിർമയാക്കണേ. ഗൾഫിൽ മറ്റും അധ്വാനിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ. നമ്മുടെ എല്ലാ മാനസികമായ ബേജാറുകൾ നീ പരിഹരിച്ചു തരണേ. ഹമ്മുകൾ തീർത്തു തരണേ. ഹമ്മുകൾക്ക് പരിഹാരം തരണേ. ഞങ്ങൾ ചെയ്യുന്ന ജോലി നാട്ടുകാരായ പല രൂപത്തിലുള്ള കച്ചവടങ്ങൾ, അതുപോലെ കടലിൽ പോയി അധ്വാനിക്കുന്നവർ, പല ഈശത്തിന്റെ വഴികളിൽ ബന്ധപ്പെടുന്നവരാ എല്ലാവർക്കും നീ ഖൈറ് നൽകണേ. പടച്ചവനെ നമ്മുടെ പള്ളിയുടെ പ്രൊജക്ടിന് വേണ്ടി ഒരാൾ 50,000 രൂപ മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി ദ്വാരക്കടന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. ഉമ്മാന്റെ കവയിലേക്ക് അതിന്റെ തവാപനി എത്തിച്ചു കൊടുക്കണേ. ഇന്നുവരെയായി ഈ പള്ളിക്ക് വേണ്ടി സഹായിച്ച ആളുകൾ മുഴുവനും മരിച്ചുപോയ കുടുംബങ്ങളെ ഓർത്തുകൊണ്ടാണ് തന്നതെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരിലേക്കെല്ലാം അതിന്റെ തവാപനി എത്തിക്കണേ. ആ ഹദിയകൾ കാരണമായി അവരുടെ കബർ ജീവിതം റാഹത്തുള്ള സന്തോഷമുള്ള ജീവിതമാക്കണേ. سيدنا محمد صلى الله عليه وسلم. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير، ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير.